ഹലോ മോട്ടോ മോട്ടോ ഇവിടെ എൻ്റെ മോൻ കാണിച്ചു വെച്ച അന്യായം നിങ്ങൾ കണ്ടോ മക്കളെ? എനിക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടു തന്ന ഉപ്പായാണ് മക്കളെ. എൻ്റെ മോൻ എഴുതി പഠിച്ചു മക്കളെ, എഴുതി പഠിച്ചു. ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തപ്പിടിയും കിട്ടുന്നില്ല മക്കളെ. ഇത് നോക്കാങ്ങളെ, അത് യൂണിഫോം. അവിടെ ചേട്ടാ എന്തെല്ലാം കാര്യങ്ങൾ സഹിച്ചിട്ടാണ് ഞമ്മ പണിയെടുക്കുന്നതെന്ന് അറിയാമോ? അതായത് ഒരു തേയില മോൾക്കുണ്ടല്ലോ എൻ്റെ ചുണ്ട് അഴുകിയതാണ്. അപ്പം പിന്നെ ഞാൻ ഇത് തീർന്നാടേ, ഫുള്ള് വാക്സിൻ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വാക്സിൻ ഇട്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ അഴുകിയ ചുണ്ടിൽ മറ്റേ ലിപ്സ്റ്റിക് നിർത്തുണ്ടെന്നാണ് വേറെ ലിപ്സ്റ്റിക് എടുത്തു. ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു അബദ്ധം പറ്റിയ ഷെയ്ഡാണ്. മക്കൾക്കിട്ടാൽ കൊള്ളാം, പക്ഷേ എനിക്കിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഒട്ടും കൊള്ളില്ലടെ. ഈ ഒരുമാതിരി പാണ്ട് പിടിച്ചവരെ പോലെ. അപ്പം ഈ അഴുകിയ ചുണ്ടുണ്ടല്ലോ, അത് എൻ്റെ മോന്തായത്തിലല്ലേ ഇട ഇരിക്കണത്. നിന്നെയൊക്കെ പിടിച്ച് കട്ടിച്ചോടെ എന്നാലും ഒരു രസം ഉണ്ടല്ലേ. അപ്പോൾ വേറൊരു വിഷയം എന്തിനാണെന്നറിയാമോ? ഈ പുന്നോട് ഐശ്വര്യ റായി ഇതിൻ്റെ കൂടെ ജീവിക്കുന്ന ഈ പാടത്ത് കോലം ചാരി വെച്ചേക്കുന്ന ഒരു കോലം ഉണ്ടല്ലോ, ആ കോലത്തിന് പോലും ഒരു കോലം ഗുണമുണ്ട്. പാടത്ത് ചാരി വെച്ചിരിക്കുന്ന കോലത്തിന് പോലും ഒരു കോലം ഗുണമുണ്ട്. നിൻ്റെ കോലം എന്ത് കോലം ആടേ പിന്നെ ആ വായിക്കാത്തുനിന്ന് വരണതാണെങ്കിലോ ഭയങ്കര ഊത്തുകാരിയാണെന്ന്. എന്നല്ലതി ഒരാളിനെ കാണുമ്പോൾ അവരോട് മാന്യതയിൽ പെരുമാറണ്ട. എന്നാലും ഒരാളിനെ കാണുമ്പോൾ നമ്മൾ ഉടനെ ഇവരുടെ സെക്സ് എങ്ങനെയായിരിക്കും അങ്ങനെയാണോ നോക്കണത്? ഊത്തുകാരി. നിൻ്റെ കൂടെ ഇരിക്കുന്ന പുന്നോട് പിന്നെ ഐശ്വര്യ റായി ഉണ്ടല്ലോ, 4 ഊത്ത് ഊതിയവളാണ്. അത് നിങ്ങളുടെയും നമ്മളുടെയും ഒക്കെ അറിവിൽ 4 ഊത്ത്. പിന്നെ എത്ര ഊത്തെന്ന് പടച്ച തമ്പുരാൻ അറിയാം. അതുകൊണ്ടാണോ എന്തോ ആ വാക്യത്തുനിന്ന് വരണ ചളിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ, ഈ സാധനമാണ് നാട്ടുകാരെ മുമ്പിൽ വന്നിട്ട് അയ്യോ എനിക്ക് BP ആണ്, എനിക്ക് പ്രഷറാണ്, എനിക്ക് നാളെ സ്കൂളിൽ റബ്ബർ തോട്ടത്തിൽ പോകാനുള്ളതാണ്, എന്നൊന്നും പറയല്ലേ എന്ന് പറയണത്. എൻ്റെ പൊന്നോ എനിക്ക് വയ്യടേ നിൻ്റെയൊക്കെ കാര്യമെന്ന് പറയണത്. ഊത്തുകാരെ അന്വേഷിക്കാൻ വന്നെങ്കിലും കുഞ്ഞോട് ഐശ്വര്യ ദേവത എനിക്ക് തയ്ക്കാനുണ്ട്. ഞാൻ പോണേ.